കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 17 മലയാളം മാൻ ഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ് പറഞ്ഞതുപോലെ തന്നെ എനിക്കിപ്പോഴും പനി മാറിയിട്ടില്ല. നല്ല സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ ചോദിച്ച് മേടിക്കുവാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓരോ വീഡിയോസും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ആ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ അത് മറക്കണ്ട. കാര്യം നിങ്ങൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ആൾ പറയുന്നുണ്ട്. സോ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ ആരും കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഇതൊരു ഡി ക്ലാസ് ഡഞ്ചനാണ്. ഇതിൻ്റെ വീഡിയോ സ്ക്രിപ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പേടിക്കാൻ മാത്രമുള്ള മാനബീസ്റ്റൊന്നുമില്ല. ആ പാട്ട് കുറച്ച് സ്നാർലെസ് മാത്രമേ ഉള്ളൂ. സ്നാർലെസ്സോ ഞാനവരെ പറ്റി വായിച്ചിട്ടുണ്ട്. അവരത്ര സ്ട്രോങ് ഒന്നുമില്ല, പക്ഷെ അവരെ കൊല്ലാൻ കുറച്ച് പാടാണ്. കാര്യം അവർക്ക് അത്രയും കട്ടിയുള്ള തിക്കായിട്ടുള്ള സ്കിന്നൊക്കെയാണ് ഉള്ളതെന്നാണ് കേട്ടത്. അതുമല്ല അവർ കാണാൻ കുറച്ച് അഗ്ലിയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ കർട്ടസ് പറയുന്നുണ്ട്, അല്ല ഞാൻ കേട്ടത് ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ അവരുടെ കുറച്ച് ഗ്രൂപ്പിലൊക്കെ കാണാൻ പറ്റുമെന്നാണ്. പക്ഷെ ആരെയും കണ്ടില്ലല്ലോ. റീസെൻ്റ്ലി ഒരു അഡ്വഞ്ചേഴ്സ് ഇവിടേക്ക് വന്നു. ഇല്ല, അഡ്വഞ്ചേഴ്സിനൊക്കെ റെസിസ്റ്റ് ചെയ്തെന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ നമ്മൾ ഇതുവരെ ആരെ സ്പോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടന്നു. ഈ സമയത്ത് ഗ്ലോറിക്ക് നല്ല ഡൗട്ടുണ്ട്. കാര്യം ഈ സ്നാർലെസിനെ ഒരെണ്ണം പോലും ഇത്രയും ദൂരമായിട്ടും അവർ കണ്ടില്ല. ഈ സമയത്ത് തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു വന്നോ, നമ്മൾ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഫുള്ളി ഗാർഡിലായിരിക്കണം നിൽക്കാൻ. ഈ സമയത്ത് തന്നെ ലൂക്കസ് പറയുന്നുണ്ട്, ഗാർഡ് കോപ്പ് ഇവന്മാർക്ക് എവിടെ പോയി കിടക്കുകയാണ്. ആ ടൈമിൽ കുറേ പിള്ളേരൊക്കെ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി. അല്ല നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. കാര്യം ഇതുവരെ നമ്മൾ ആരെയും കണ്ടില്ലല്ലോ, നമ്മൾ ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ മാനബീസിനൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചു പോയി അത് അഡ്വഞ്ചർ ഗിൽഡിന് റിപ്പോർട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ കർട്ടസ് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് അവൻ ഗ്ലോറിയുടെ മേത്ത് പോയി തട്ടിയത്. ആ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, പുറകിലേക്ക് പോ. എന്ത്? പെട്ടെന്ന് തന്നെ പുറകിലേക്ക് പോ. ആ സമയത്ത് തന്നെ ഒത്തിരി സ്നാർലെസ് അവളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും ബാക്കിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ആർത്തറും പറയുന്നുണ്ട്, പ്രൊഫസർ പറഞ്ഞിട്ടില്ലേ ബാക്കിലേക്ക് പോവാ. അങ്ങനെ അവരെല്ലാവരും ബാക്കിലേക്ക് പോകുവാണ്. ഈ സമയത്ത് അവൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവൾ വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരിയധികം സ്നാർലെസിനൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് പോകുവാണ്. ഈ ടൈമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, ഇവരത് സ്ട്രോങ്ങർ ഒന്നുമല്ല, പക്ഷെ ഇവരുടെ കൂട്ടം അത് കുറച്ച് കൂടുതലാണ്. എന്നിട്ട് പിള്ളേരുടെ അടുത്ത് വന്നിട്ട് അവൾ പറയുകയും ചെയ്യും, ഇവർ വലിയ പ്രശ്നക്കാരൊന്നുമല്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്, പക്ഷേ ഇവരുടെ എണ്ണം അത് കുറച്ച് കൂടുതലാണ്. സോ നിങ്ങളുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് ഞാനിതിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ തിരിച്ചു പോകാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു ഒരു അറ്റാക്ക് അവളുടെ നേരെ വന്നത്. അവളാട്ടെ ശരിക്കും ഞെട്ടിപ്പോവുകയും ചെയ്തു. സേഫ്റ്റിയോ? ഞങ്ങളുടെ സേഫ്റ്റി നോക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആദ്യം തന്നെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഇതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിലും ഇതൊരു ഡി ക്ലാസ് ഡഞ്ചൻ അല്ലേ. അതേ പ്രൊഫസർ, ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്യാനുള്ള അവസരമല്ലേ, ഞങ്ങൾ എന്തായാലും ഇത് നന്നായിട്ട് തന്നെ നോക്കാം. ഈ സമയത്ത് തന്നെ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രൊഫസർ ഗ്ലോറി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ കോപ്പ് ഈ പിള്ളേരോട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്തായാലും ഈ ഒരു ഡഞ്ചൻ ഇല്ലെങ്കിൽ ഇവർക്ക് വേറെ എക്സ്പീരിയൻസ് കിട്ടുന്ന ഡഞ്ചന് വേറെ കാണത്തില്ല. സ്നാർലെസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ബീസ്റ്റ് മാത്രമല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പം കാണത്തില്ലല്ലേ. എങ്കിലും കാര്യം ചെയ്യ്, നമുക്കിവിടെ തുടങ്ങിയേക്കാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ടീമായിട്ട് സ്പ്ലിറ്റ് ആയി നേരെ പൊക്കോളാൻ പറയുന്ന നേരത്തെ തന്നെ അവരെല്ലാവരും നേരെ മുന്നിലേക്ക് പോയിട്ടുണ്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്. ആ സമയത്ത് ലൂക്കസ് പോകാൻ പോയപ്പോൾ പെട്ടെന്ന് ലൂക്കസിന്റെ കയ്യിൽ കയറിയവൾ പിടിക്കും. എന്നിട്ട് പറയും ചെയ്യും, നീ ഇനി ഒരു തവണ കൂടെ അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ നീ ശരിക്കും അറിയും. ഇത് കേൾക്കാൻ നേരത്ത് അവന് തലയാട്ടിട്ട് അവിടേക്ക് പോവുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ നമ്മുടെ ടെസ് എല്ലാവരും പറയുന്നുണ്ട്, ആർത്തർ നീ ആയിരിക്കും ഞങ്ങളുടെ വാൻഗാർഡ്, കാര്യം നീയല്ലേ ഏറ്റവും ക്ലോസ് കോമ്പാറ്റിലുള്ളത്. ക്ലീവ്, റൊണാൾഡ് നിങ്ങൾ എന്തായാലും ബാക്ക് പൊസിഷൻ നോക്കണം. ആർത്തറിനെ നിങ്ങൾ വേണം കവർ ചെയ്യാനായിട്ട്. അതുമാത്രമല്ല ലൂക്കസ് നീ മിഡിൽ നിന്നാൽ മതി, കാര്യം നമ്മൾ ഡയമണ്ട് ഫോർമേഷൻ ആയിരിക്കും എന്ന് പറയുന്നത്. അവൻ പറഞ്ഞത് മതി ഇത് ചെറിയ ഫീൽഡ് ട്രിപ്പ് മാത്രമല്ല എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ക്ലീവ് പറയുന്നുണ്ട്, എടാ വിട് അവനെ വിട്ടേക്ക്, എന്തായാലും അവനെക്കാളും വലിയ പ്രശ്നങ്ങൾ നമുക്കിവിടെ നേരിടാനുണ്ടെന്ന് പറയുന്ന നേരത്ത് തന്നെ ആ ഒരു ഫൈറ്റിന് വേണ്ടി അവർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ക്ലീവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൊണാൾഡ് ഉണ്ടല്ലോ, അവൻ്റെ കയ്യിലിരിക്കുന്ന വെപ്പൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ആർക്കൊന്നും സൂക്ഷിച്ച് നോക്കാത്തത് പെട്ടെന്നായിരുന്നു അതിൻ്റെ അകത്ത് വാട്ടർ പുറത്തേക്ക് വന്ന് അതൊരു വെപ്പണായി മാറിയത്. പക്ഷേ പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. കാര്യം അവൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് ഒരു മോൺസ്റ്റർ വന്നിരുന്നു. എന്നാൽ ആർത്തർ കറക്റ്റ് ടൈമിൽ അതിനെ ഡിഫീറ്റ് ചെയ്തിട്ട് പറയും ചെയ്യും, നീ പേടിക്കണ്ട, നിന്റെ കവർ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുവാൻ അവരെല്ലാവരും തമ്മിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ അവരെല്ലാവരും നന്നായിട്ട് തന്നെ പിടിച്ചു നിൽപ്പുണ്ട്. പക്ഷേ ഇതൊരു ട്രെയിനിങ് ക്ലാസ് അല്ല, ഇതൊരു ബാറ്റിൽ തന്നെയാണ്.
എത്ര നേരം ഇവർക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും? അതുമാത്രമല്ല സ്നാർലെസിൻ്റെ നമ്പരും അതും കുറച്ച് കൂടുതലാണ്. ആ ടൈമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ലീഡേഴ്സ് ബാക്കപ്പ് ചെയ്യാൻ നോക്ക്. ആ ടൈമിൽ തന്നെ അവൾ പറയും ചെയ്യും, കേട്ടില്ലേ ബാക്കിലേക്ക് പോകുമെന്ന് പറയാൻ അവരെല്ലാവരും നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ റൊണാൾഡ് തട്ടി താഴത്തേക്ക് വീഴുകയും ചെയ്യും. ആ സമയത്ത് തന്നെ ആർത്തർ പറയുന്നുണ്ട്, നീ എന്തായാലും മുന്നിലേക്ക് വെക്കോ, ഞാൻ അവനോട്ട് വരുന്നത് പറയാൻ നേരത്തെ തന്നെ അവനെ കുറേയധികം മോൺസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ പണി കഴിഞ്ഞെന്ന് തന്നെ വിചാരിക്കും. ഈ സമയം തന്നെ ആർത്തർ തന്നെ മുന്നിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു അറ്റാക്ക് തന്നെ ബാക്കിലേക്ക് കൊണ്ടുപോകണം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതുവരെ മുമ്പ് ഇത് ടെസ്റ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് നേരെ കണ്ണടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അറ്റാക്കിന് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, മുറുക്കി എവിടെയെങ്കിലും പിടിച്ചോ. ആ സമയത്ത് അവൻ്റെ ഉള്ള ശക്തി കൊണ്ട് അവൻ മുറുക്കി പിടിക്കാൻ നേരത്തെ തന്നെ ആർത്തർ ഒരു അറ്റാക്ക് ചെയ്തു. ആ ഒരു അറ്റാക്ക് കൊണ്ട് തന്നെ ആ മോൺസ്റ്റേഴ്സ് എല്ലാവരും ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ടെങ്കിലും ആർത്തറിൻ്റെ ആ ഒരു ഷോൾഡറും കൂടെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അതൊന്നും മൈൻഡ് ചെയ്താൽ പെട്ടെന്ന് അവൻ പൊക്കിയെടുക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ബാക്കിൽ നിന്ന് വലിയൊരു എക്സ്പ്ലോഷൻ. ആർത്തറായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് കോപ്പ്, ഇനി ഇതെന്താണ്? പക്ഷേ ആ സമയത്ത് ഗ്ലോറി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. കാര്യം അവരുടെ തൊട്ട് ഫ്രണ്ടിൽ ഈ സ്നാർലെസിൻ്റെ ക്യൂനാണ് ഉള്ളത്. അവരായിട്ട് പറക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു സൗണ്ട് ബേസ്ഡ് ഒരു അറ്റാക്ക് അങ്ങോട്ട് യൂസ് ചെയ്യും. ഈ സമയത്ത് തന്നെ അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ പറയും ചെയ്യും, കോപ്പ് ഈ സ്നാർലെസിൻ്റെ ക്യൂൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവരും ഇവിടെ വരേണ്ട കാര്യമില്ലെന്ന് പറയുന്ന നേരത്ത് പെട്ടെന്ന് അവളെ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ അവളാട്ടെ തൻ്റെ 2 സോഴ്സ് അവിടേക്ക് സമൺ ചെയ്തിട്ട് അതുമായിട്ട് അത്യാവശ്യം കട്ടക്കന്നെ പിടിച്ച് നിൽപ്പോണ്ട്. എന്നിട്ട് ഫുൾ പവറിൽ തന്നെ അവൾ 2നെ ബാക്കിലേക്ക് വിടുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ അവരുമായിട്ടുള്ള ഒരു വലിയൊരു ബാറ്റിലേക്ക് അവൾ കടന്നിട്ടുണ്ട്. പക്ഷേ അതത്ര നിസ്സാരമല്ലായിരുന്നു. എങ്കിൽ കൂടിയും അതിനെ 2നെ അവൾ നേരെ താഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ ടൈമിൽ തന്നെ ആർത്തറും അതിൻ്റെ അകത്തേക്ക് കയറും. ആ സമയത്ത് ഗ്ലോറി പറയുന്നുണ്ട്, ആർത്തർ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും വഴി തെളിക്കാൻ നോക്ക്, ഞാൻ എന്തായാലും ഇതിൻ്റെ കാര്യം നോക്കിക്കോളാം. ശരിയാണ് വഴി. ആ സമയത്താണ് ആർത്തർ ഒരു പെണ്ണിനെ ശ്രദ്ധിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, നിന്റെ പേര് ഡെൽഫീൻ എന്നല്ലേ? അതെ, നീ എൻ്റെ കൂടെ വാ. ആ ടൈമിൽ തന്നെ ടെസ് പറയുന്നുണ്ട്, ആർത്തർ നീ പൊക്കോ, നിന്നെ ഞാൻ കവർ ചെയ്തോളാം എന്ന് പറയുന്ന നേരത്ത് തന്നെ ആർത്തർ തന്നെ അവരെല്ലാവരും കൂടെ കവർ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആർത്തറും ഡെൽഫീനും കൂടെ മുന്നിലേക്ക് പോവുകയും ചെയ്യും. ഡെൽഫീൻ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പാത്ത് ഹോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, ഞാൻ എന്തായാലും നിന്നെ ഗാർഡ് ചെയ്തോളാം. അല്ല അതിന് കുറച്ച് സമയമെടുക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സ്നാർല അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അവളാട്ടെ പേടിച്ച് തല മാറ്റുന്നുണ്ടെങ്കിലും ആർത്തൻ്റെ സോഡ് അതിൻ്റെ തലയുടെ അകത്തുകൂടെ തന്നെ കുത്തിയിറങ്ങും. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കണ്ട, നീ ഫോക്കസ് ചെയ്തോളൂ, ഒരാൾ പോലും നിന്നെ തൊടത്തില്ല. ഇത് കേട്ടപ്പോൾ അവൾ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവളും അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് അത്ര നിസ്സാരമല്ലായിരുന്നു. കാര്യം കുറച്ച് ലാർജ് സ്കെയിലൊരു അറ്റാക്ക് തന്നെയായിരുന്നു. ആർത്തറും ബാക്കിയുള്ളവർ അത്യാവശ്യം പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ടെസ് നന്നായിട്ട് തന്നെ ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, ആർത്തർ അത് കഴിഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്കിത് ക്ലിയർ ചെയ്താൽ മാത്രം മതി. ഈ സമയത്ത് തന്നെ ആർത്തർ തന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത ആ ഒരു ഷോൾഡർ പിടിച്ചിട്ടിട്ട് ഒരു വലിയൊരു അറ്റാക്ക് യൂസ് ചെയ്ത് അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അവളാട്ടെ അതെല്ലാം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് തന്നെ ആ ഒരു ഗുഹ കിടന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വീഴും. ആർത്തറിന് മനസ്സിലായി ഒരൊറ്റ അറ്റാക്കിൽ തന്നെ ഇവർ ബാക്കിലേക്ക് പോയില്ലെങ്കിൽ ഇത് പ്രശ്നമാണെന്ന്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു സ്മോക്ക് അവിടേക്ക് വരുന്നത്. അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത്. ദൂരത്ത് അവനത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ലൂക്കസ് ഒരു ഫയർ ബേസ്ഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാരണമാണ് ഈ സ്മോക്ക് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം തന്നെ ആർത്തർ പറയുകയും ചെയ്യും, നിർത്ത്, എല്ലാവരും ഫയർ ബേസ്ഡ് അറ്റാക്ക് നിർത്ത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓക്സിജൻ കുറയുന്നതായിരിക്കും, പിന്നെ നമ്മളെല്ലാവരും മരിക്കുന്നതായിരിക്കും. നമുക്ക് ഒരൊറ്റ അറ്റാക്കിൽ തന്നെ ഇത് ബാക്കിലേക്ക് കൊണ്ടുപോയി ചെയ്യണം. എന്തായാലും നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ നിർത്തും, അത് സൂക്ഷിക്കണം കേട്ടോ. ആ സമയത്തിന് സിൽവി ചോദിക്കുന്നുണ്ട്, പപ്പ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല സിൽവി, ഞങ്ങൾ ഡഞ്ചിനകത്ത് പെട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഒരു വഴി കണ്ടുപിടിക്കണം. ഞാൻ വരുന്നു പപ്പ, ഒരു കാര്യം ചെയ്യും, നീ പുറത്ത് പോയിട്ട് വഴി വല്ല ഉണ്ടാകുന്ന നോക്കിയേ. അല്ല പപ്പ, ഞാൻ പോയി ഹെൽപ്പിന് വിളിക്കാം. ഹെൽപ്പിനെയോ? പെട്ടെന്നാണ് ഗ്രൗണ്ടിൻ്റെ കാര്യം അവൻ ഓർത്തത്. ആ സമയത്ത് തന്നെ കർട്ടസ് വേഗം ഇങ്ങോട്ട് വാ. അങ്ങനെ കർട്ടസ് എൻ്റെ അടുത്തേക്ക് വരുന്നു ചെയ്യും. എന്നിട്ട് പറഞ്ഞു, നീ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു സ്പെല്ലില്ലേ അതുകൂടെ യൂസ് ചെയ്യണം. എടാ പക്ഷേ അവൻ എൻ്റെ കൂടെ ഇല്ലല്ലോ, അല്ലാതെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യും? എനിക്ക് മാനും ഇല്ല. അതൊന്നും പറയേണ്ട കാര്യമില്ല, നീ മാറി നിൽക്കാൻ നോക്ക്. എന്നിട്ട് ആർത്തർ നേരെ അവൻ്റെ മുഖത്ത് തോടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഡെൽഫീൻ നീ എന്തായാലും ബാക്കിലേക്ക് പോക്കോ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിയോളാം. ഈ ടൈമിൽ തന്നെ ആർത്തർ എല്ലാം തീരുമാനിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടാകുന്ന ആ ഒരു സാധനം അഴിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, എന്തായാലും ഇവന് വേണ്ടത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാനയാണ്. എനിക്ക് എന്തായാലും 4 എലമെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്കിത് മിമിക് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ ഇതുവരെ ഇത് മാസ്റ്റർ ചെയ്തിട്ടില്ല. 2-3 വട്ടം തന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് പറഞ്ഞിരിക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ മാനെല്ലാം കൂടെ കർട്ടസിൻ്റെ മേലിലേക്ക് അവൻ പോർ ചെയ്യുന്നുണ്ട്. ഇത് കാണാറുണ്ട് കർട്ടസും ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എന്തായാലും ഇന്ന് ശരിക്കും കെയർലെസ് ആയിരുന്നു. ആ സമയത്ത് ആ പറയുന്നുണ്ട്, എടാ നീ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ബാക്കിയുള്ള കാര്യം ചെയ്തോളൂ, നമുക്ക് ഉറപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആർത്തർ നീ എന്തുവാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ നീ ചെയ്യുന്ന വെച്ചുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഫേസ് 1 എങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ ബാക്കിലേക്ക് മാർക്ക് ഓർത്തെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ റെഡിയായി ഒരു റോർ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ വലിയൊരു അറ്റാക്ക് തന്നെയായിരുന്നു. അവിടെ ഒരു വലിയൊരു സംഭവം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവരെയും നമുക്ക് ഇവിടെ രക്ഷിക്കണം. ഈ സമയത്ത് ഗ്ലോറിയും ബാക്കിയുള്ള ക്യൂൺസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊട്ട് നിസ്സാരമല്ലായിരുന്നു. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, അവൾ വരെ പുഷ് ബാക്ക് ചെയ്യുന്നു, ഇതൊട്ട് നിസ്സാരമല്ല. ഈ ടൈമിൽ തന്നെ എല്ലാവരും അവിടേക്ക് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ടെസ്സിനെ കുറിച്ച് അവൻ ആലോചിച്ചത്. ദൂരത്ത് നോക്കാത്ത ടെസ്സാട്ടെ നടക്കാൻ പോലും പറ്റാത്ത അവിടെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് പോയി ടെസ്സിനെ പിടിക്കുന്നുണ്ട്. ആർത്തർ എൻ്റെ കോറ്
അതെന്തോ പ്രശ്നമായിട്ടുണ്ട്. നീ വന്നേ, നമുക്ക് രക്ഷപ്പെടണമെന്ന് പറയാൻ നേരത്ത് അവൻ നേരെ അവനെയും വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുവാണ്. കോപ്പ്, ഈ ക്യൂൻസ് ഒക്കെ എന്താണ് ഇവിടെ വന്നത്? സത്യം പറഞ്ഞാൽ ഈ സ്നാർലേസിൻ്റെ ക്യൂൺ എന്ന് പറയുന്നത് ബി ക്ലാസ് അല്ലേ, അവർ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. കോപ്പ്, ഗ്ലോറി ഒരു എ ക്ലാസ് ആണ്, അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കുമല്ലേ. പക്ഷേ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ സ്ഥലമെല്ലാം കിടന്ന് കുലുങ്ങാൻ തുടങ്ങിയത്. ആർത്തറട്ടെ ഇത്തവണ എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ഈവൻ ഗ്ലോറിക്ക് പോലും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ ഒരു വലിയൊരു ക്യൂൻ പെട്ടെന്ന് ചത്ത് താഴത്തേക്ക് വീണു. കാര്യം, അവരുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത് ഒരു വലിയൊരു മോൺസ്റ്ററാണ്. ഒരു വലിയ വിചിത്ര രൂപമുള്ള ഒരു വലിയൊരു കൈമേറ പോലത്തെ ഒരു മോൺസ്റ്റർ. ആൻഡ് ആ ഒരു മോൺസ്റ്ററിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.